സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് പാർട്ടിയിൽ കീഴ്വഴക്കങ്ങളുണ്ടെന്നാണ് ബി.ജെ.പി. നേതാവ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. കേന്ദ്രം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ എല്ലാവരും അത് അംഗീകരിക്കണം. നേതാക്കൾ പരസ്യ പ്രസ്താവന നടത്തിയല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നും കുമ്മനം 24നോട് പറഞ്ഞു. എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ബി.ജെ.പി. നേതാവ് കുമ്മനം രാജശേഖരൻ 24നൊപ്പം ചേരുന്നു. ഉപതെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളും കുമ്മനം രാജശേഖരനോട് ചോദിക്കാം. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ചേലക്കര കഴിഞ്ഞു, വയനാട് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും വിവാദം നിൽക്കുന്നത് പാലക്കാടാണ്. അത് വിട്ടുമാറിയിട്ടില്ല. തുടർ പ്രതികരണങ്ങൾ അതിനുശേഷവും വന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയിൽ ഒരു കേഡർ പ്രസ്ഥാനമാണ്, അച്ചടക്കം വലിയ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് പറയുമ്പോഴും പരസ്യ പ്രസ്താവനകൾ വന്നുകൊണ്ടുമിരിക്കുന്നു. എന്താണ് ഇതിൽ അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, ഈ 3 തെരഞ്ഞെടുപ്പുകൾ നടന്നതിൽ പാലക്കാട് മാത്രം വിവാദം ഉണ്ടാക്കാൻ എന്തായിരിക്കുന്നു? തെരഞ്ഞെടുപ്പാണ്. ചേലക്കരയും പാലക്കാടും തമ്മിൽ എന്താ വ്യത്യാസം? ചേലക്കരയിലെയും തെരഞ്ഞെടുപ്പാണ്, പാലക്കാടും തെരഞ്ഞെടുപ്പാണ്. ഒരു തെരഞ്ഞെടുപ്പ് മാത്രം വിവാദം ഉണ്ടാക്കി, ആകെ ആശയക്കുഴപ്പമുണ്ടാക്കി, BJP-ക്ക് എതിരായിട്ടൊരു അപമതിപ്പുണ്ടാക്കി, അങ്ങനെ ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട്. പാർട്ടിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് ഉള്ളിൽ എല്ലാ പ്രവർത്തകരും ഒരുമിച്ചിരുന്നതാണ്. എനിക്കും പറയാനുള്ളതും ബാക്കിയുള്ളവർക്ക് പറയാനുള്ളതും എല്ലാം പാർട്ടിയുടെ ഉള്ളിലാണ്. അത് വീഴ്ചകൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി പരിശോധിച്ച് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിശാലമായ കാഴ്ചപ്പാടുണ്ട്. ഈ കാര്യത്തിലൊന്നും യാതൊരു സങ്കുചിതമായ അല്ലെങ്കിൽ ഇടുങ്ങിയ ചിന്താഗതികളൊന്നും പാർട്ടിക്കില്ല. എല്ലാ കാര്യങ്ങളും തുറന്ന മനസ്സോടുകൂടി തന്നെ ചർച്ച ചെയ്യും. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും, മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന പാർട്ടിയുടെ ഇലക്ഷൻ കമ്മിറ്റിയാണ്. അസംബ്ലിയുടെയും പാർലമെൻറ്റിൻ്റെയും സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സംസ്ഥാനത്തിന് ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്, കേന്ദ്രത്തിന് ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്. കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയാണ് അവസാന തീരുമാനം എടുക്കുന്നത്. കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം പാർട്ടിയുടെ തീരുമാനമാണ്. അതെല്ലാവരും അംഗീകരിക്കും. അതാണ് സാധാരണയുള്ള ഒരു കീഴ്വഴക്കം. തീർച്ചയായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കുള്ളിൽ സമഗ്രമായ ചർച്ച നടക്കുമെന്നുള്ളതാണ് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അനൂപിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കൊച്ചി.